ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കസ്റ്റഡി ലഭിച്ച രാഹുലിനെ ഏതായാലും വിശദമായി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. SIT ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. അതിജീവിതയുടെയും പരാതിയുടെയും മൊഴിയുടെയും വിവരങ്ങൾ പ്രകാരമാണ് ചോദ്യങ്ങൾ. നിലവിൽ പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് SIT പറയുന്നത്. ആവർത്തിച്ചു ചോദിച്ചിട്ടും ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ പാസ്വേഡുകൾ നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. AV ജയശങ്കറും ഹരിമോഹനുമാണ് ചേരുന്നത്. നമുക്ക് ജയശങ്കറിലേക്ക് ആദ്യം പോകാം. ജയശങ്കർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ഒന്നും പാസ്വേഡ് നൽകിയിട്ടില്ല. മാത്രമല്ല പല കാര്യങ്ങളും ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവരങ്ങൾ തേടിയെടുക്കുക അത് നിർണായകം തന്നെയാണ്. 3 ദിവസം കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക എന്നതാണോ SIT ഉദ്ദേശിക്കുന്നത്? അതുതന്നെയാണ് വിനീത. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യാവലി SIT തയ്യാറാക്കിയിട്ടുണ്ട്. 20-ലധികം ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തോട് SIT സംഘം ഇന്ന് ചോദിക്കുക. വിശദമായി ഈ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്ന് SIT സംഘം പ്രതീക്ഷിക്കുന്നു. ഈ അതിജീവിതം നൽകിയ പരാതിയുടെയും ഒപ്പം തന്നെ ഈ അതിജീവിതത്തിൽ നിന്ന് വിശദമായി രേഖപ്പെടുത്തിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. 20-ലധികം ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും, രാഹുലുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളിലും സംശയ നിവാരണം നടത്തുക എന്നതാണ് ഈ ചോദ്യാവലിയുടെ SIT സംഘം ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യാവലി തയ്യാറാക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് SIT സംഘാംഗങ്ങൾ പറയുന്നത്. ഈ രാഹുലിന്റെ നിലവിൽ പോലീസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്ന ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും ഒക്കെ തന്നെ പാസ്വേഡുകൾ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഇത് നൽകാൻ തയ്യാറാക്കാത്ത സാഹചര്യമാണ്. ഇത് വലിയ തോതിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോക്കിന് പ്രതിസന്ധിയാക്കുന്നുണ്ട്. കാരണം രാഹുലിന്റെ കയ്യിൽ iPhone ഉൾപ്പെടെയാണുള്ളത്. ഇത് പോലീസിന് ഈ ഫോണുകളുടെ പാസ്വേഡ് പൊട്ടിച്ച ഇത് പരിശോധിക്കാനുള്ള വലിയ പരിമിതിയുണ്ട്. രാഹുൽ കൂടി സഹകരിച്ചാൽ മാത്രമായിരിക്കും ഇത് പരിശോധിക്കാനാവുക. ഈ അതിജീവിതം നൽകിയിരിക്കുന്ന പരാതിയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ ഫോണിൽ ഉൾപ്പെടെ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ പകർത്തിയെന്ന പരാമർശമൊക്കെ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട തരത്തിലാണ് അന്വേഷണ സംഘം ഹരിമോഹൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഹരി, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പിലേക്ക് കടക്കുമെന്നതാണല്ലേ? തിരുവല്ലയിലും പാലക്കാടും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. തിരുവല്ലയിൽ ഈ അതിജീവിത പരാമർശിക്കുന്ന ഹോട്ടലിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കുക അത് നിർണായകമാണ്. നാളെ തന്നെ തെളിവെടുപ്പ് ആരംഭിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. എന്താണ് SITയുടെ നീക്കങ്ങൾ? ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുക അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നിപ്പോൾ കോടതിയിൽ വാദത്തിനിടെ രാഹുൽ പറഞ്ഞത് തന്നെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനാണ് ശ്രമം എന്നാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കോടതി ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ തുടരുന്നു. തെളിവെടുപ്പ് ഏത് രീതിയിലായിരിക്കും എന്നത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വിനിത, 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ഒന്ന് തിരുവല്ലയിൽ ഈ സംഭവം നടന്നിട്ടുള്ള ബലാത്സംഗം നടന്നത് ഈ പരാതിയിലും മൊഴിയിലും ഒക്കെ പറയുന്ന ഒരു ഹോട്ടൽ, തിരുവല്ല നഗരത്തിൽ തന്നെയാണ് ആ ഹോട്ടലുള്ളത്. അവിടെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. രണ്ടാമത് പാലക്കാട് രാഹുലുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ, അത് MLA ഓഫീസ് മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട്. ഇവിടങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. അത് ആരംഭിക്കേണ്ടതുണ്ട്. പക്ഷെ അത് ആരംഭിക്കുന്നതിന് മുമ്പ് രാഹുലിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതായത് രാഹുൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ അത് എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ SITക്ക് ചില സംശയങ്ങൾ ഉണ്ട്. അത് ഈ അറസ്റ്റിന് ശേഷമുള്ള സമയങ്ങളിൽ എടുത്തു മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളാണ് SITക്കുള്ളത്. നിലവിൽ ചില രേഖകൾ, ചില ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ രാഹുൽ ഒന്നിലധികം ഫോണുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഐഫോണുകളാണ് കൂടുതലും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവയിലൊക്കെ തന്നെ നഗ്ന വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അവയെല്ലാം ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാഹുലിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ SIT കരുതുന്നത്. അതുപ്രകാരം ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം AR ക്യാമ്പിൽ വെച്ചുകൊണ്ട് രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യും. ഇന്ന് രാത്രിയിലുടനീളം ചോദ്യം ചെയ്യാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇതിന്റെ നേതൃത്വം, അതായത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AG പൂങ്കുഴലി തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കും. ആവശ്യം വന്നാൽ അവർ പത്തനംതിട്ട AR ക്യാമ്പിലേക്കും എത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് നേരിട്ട് നേതൃത്വം നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു വാദമുണ്ട്. അതായത് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത്, അതായത് തിരുവല്ലയിലെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത്
അതിജീവിതയാണ് രാഹുലിന്റെ പേര് എഴുതി കൊടുത്തത്. രാഹുൽ PR എന്ന പേര് എഴുതി കൊടുത്തത് അതിജീവിതയാണ്, ഒപ്പിട്ടത് അതിജീവിതയാണ്. അതുകൊണ്ട് രാഹുൽ ഒരു തരത്തിലും ആ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള തന്നെ എന്തിനാണ് ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് പ്രോസിക്യൂഷൻ അതിന് കൃത്യമായി മറുപടി നൽകിയത്. അതായത് ഈ സംഭവം നടന്ന ഹോട്ടലാണ്, ബലാത്സംഗം നടന്ന ഹോട്ടലാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിയായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം അത് പ്ലേസ് ഓഫ് ഒക്യൂറൻസ് എന്നുള്ള നിലയിൽ തന്നെ, അല്ലെങ്കിൽ ഒഫൻസ് നടന്ന സ്ഥലം എന്നുള്ള നിലയിൽ തന്നെ അവിടെ എത്തിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രാഥമികമായ തെളിവെടുപ്പ് പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടാമത് ഈ കേസിൽ അപ്പോഴാണ് ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പാലക്കാട്ടെ സ്ഥലങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ്. രാഹുൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഐഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്വേഡ് മറ്റൊന്നും നൽകുന്നില്ല, ശരിയാണ്. പക്ഷെ ആ ഒരൊറ്റ ഫോണല്ല, ഇപ്പോൾ അതിന് പാസ്വേഡ് നൽകിയാൽ പോലും രാഹുലിന്റെ ആ ഫോണിലായിരിക്കില്ല ഈ ദൃശ്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകളും തെളിവുകളും ഒക്കെ തന്നെ ഉണ്ടാവുക. അത് മറ്റ് പല സ്ഥലങ്ങളിലും രാഹുൽ സൂക്ഷിച്ചിരിക്കുന്ന രാഹുലിന്റെ ഒന്നിലധികം ഉള്ള ഫോണുകളിലായിരിക്കാം, ലാപ്ടോപ്പിലായിരിക്കാം, മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളിലായിരിക്കാം. അത് ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും SIT ലക്ഷ്യമിടുന്നത്. അത് ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായി കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച് 15-ാം തീയതി കസ്റ്റഡി കാലാവധി അവസാനിച്ച് 16-ാം തീയതി ജാമ്യാപേക്ഷ വരുന്നുണ്ട്. ആ ജാമ്യാപേക്ഷയുടെ സമയത്ത് ഈ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും SIT അതിനെ എതിർക്കുക. രാഹുലിനെതിരെ ഇത്രത്തോളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, രാഹുൽ ഇത്രത്തോളം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക ചൂഷണത്തിനടക്കം തെളിവ്, ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിജീവിതയുടെ SIT പറയുന്ന ഒരു കാര്യം നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു. മൂന്നാമത്തെ കേസിലെ അതിജീവിതയുടേത് മാത്രമല്ല, വീട്ടമ്മമാരുടെയും അവിവാഹിതരായ യുവതികളുടെയും ഒക്കെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ രാഹുലിന്റെ പല ഫോണുകളിലായിട്ടുണ്ട്. അത് റിട്രീവ് ചെയ്യേണ്ടതുണ്ട്, റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ കേസിൽ രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നു. അങ്ങനെ അത് ജാമ്യാപേക്ഷ എതിർക്കാനായി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുലിന് ജാമ്യം ലഭിക്കാത്ത ഒരു നിലയിലേക്ക് എത്തും. മാത്രമല്ല രാഹുലിന്റെ കുറ്റകൃത്യത്തിന്റെ ഒരു ഗുരുതര സ്വഭാവം കണ്ടെത്താൻ കൂടി അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താൻ കൂടി അത് സഹായകരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ കോടതിയും അതേ കാര്യങ്ങൾ തന്നെ, അതായത് ഈ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ഇതേവരെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ അന്വേഷണ സംഘത്തിന് ഈ രാഹുലിന്റെ നിസ്സഹകരണം കൊണ്ട് കഴിയാത്ത സാഹചര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, അതിനുവേണ്ടി കസ്റ്റഡി നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട 3 ദിവസത്തിൽ ഒരു ദിവസം പോലും കുറയാതെ കൃത്യമായി അതേ ദിവസങ്ങൾ തന്നെ അനുവദിച്ചു നൽകിയതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ